ഗുഡ് മോർണിംഗ്. നമ്മളെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടോ, രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഒരു കൊല കാറ്റത്തൊടിഞ്ഞ് വീണ് കിടന്നു. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് കായെടുത്ത് നമുക്കത് മെഴുക്കുവരട്ടി വെക്കാം. ഞാൻ ഇച്ചിരി കഞ്ഞിവെള്ളം എടുത്ത് ഇച്ചിരി പച്ചവെള്ളവും കൂടെ ഒഴിച്ച് നേർപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ തൊലി ചെത്തി ആ വെള്ളത്തിലോട്ടിടാം. ഇതിന് നല്ല ഇച്ചിരി കറയുള്ളതല്ലേ. സത്യം പറഞ്ഞാൽ ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ തോരൻ വെക്കുന്നതിനെക്കാട്ടിൽ ഏറ്റവും എനിക്കിഷ്ടമുള്ള കാര്യങ്ങളായി പറമ്പിലുള്ള വേലിച്ചീര, കായ, കൂമ്പ്, ഓമയ്ക്ക ഇതൊക്കെ. ഓമയ്ക്ക പിന്നെ നിങ്ങളെ ഞാൻ വീഡിയോയിൽ കാണിക്കാത്തതാണ്. ഒരാഴ്ച ഒരു 4 ദിവസമെങ്കിലും ഓമയ്ക്ക തോരനാണ് ഇവിടെ. എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും വെക്കും അത്. പിന്നെ നമുക്കത് നീളത്തിലരിഞ്ഞ് വെള്ളത്തിനകത്തോട്ടിടാം. ഇച്ചിരി കറയില്ലേ, അരിഞ്ഞ് ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ, കറ പോട്ടെ. അപ്പം മഴ തുടങ്ങിയപ്പോൾ ഇവിടെ മഴയോട് മഴ. ഒന്ന് എഴുന്നേക്കാൻ തന്നെ മടിയായിരുന്നു. പിന്നെ പൊതിയൊക്കെ കൊടുത്ത് വിടണമല്ലോ എന്നോർത്ത് രാവിലെ ചാടി എഴുന്നേറ്റതാണ്. ഇനിയിപ്പോൾ 2 ആഴ്ചയും കൂടെ ഉള്ള വിശ്രമമല്ല ഉള്ളൂ. അത് കഴിയുമ്പോൾ ജോലിക്ക് പോകണം, പിള്ളേർക്ക് പോകണം. പിന്നെ ടെൻഷനായി. എനിക്കൊന്ന് ഓർക്കാൻ കൂടി വയ്യ. പോട്ടെ. ഞാൻ കായ അരിഞ്ഞ് വെച്ചു, നന്നായിട്ട് കഴുകി. പിന്നെ ഒരു 1.5 മുറി സവാളയും ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചട്ടി വെച്ച് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെ വെക്കണം. എനിക്ക് നോൺ സ്റ്റിക്കിൻ്റെ വലിയ പാത്രം ഇതേ ഉള്ളൂ, ബാക്കിയൊക്കെ ചെറുതാണ്. അല്ലെങ്കിൽ ചീൻചട്ടി വെച്ചാൽ അങ്ങ് അടുക്കി പിടിക്കും. അപ്പോൾ നമുക്ക് സവാള ഒന്ന് വഴട്ടിയെടുക്കാം. നമുക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കാം. സവാള നന്നായിട്ട് മൂപ്പിക്കുന്നില്ലേ, എന്നിട്ട് നമുക്ക് വാരിയിടാം. എന്താണെന്ന് വെച്ചാൽ കായ നമ്മൾ മെഴുക്ക് വരട്ടിക്ക് തോർത്തിയെടുക്കുമ്പോൾ ഇങ്ങനെ വഴട്ടിയെടുക്കുമ്പോൾ സവാള അല്ലെങ്കിൽ നന്നായിട്ട് മുരിച്ചാൽ ഇപ്പം നന്നായിട്ട് മുരിച്ചാൽ അങ്ങ് കരിഞ്ഞു പോകും. സാധാരണ ഞാൻ ഇത് തോരനാണ് വെക്കുന്നത്. ആദ്യം ഞാൻ ഓർത്ത് ഉണക്കമീനിട്ട് കറി വെക്കാമെന്ന്. പിന്നെ ഓർത്തേ എന്നാൽ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ, മെഴുക്ക് വരട്ടി ആക്കാമെന്ന്. ഒരു ഉണക്കമീൻ കറി വെക്കാമെന്ന് ഓർത്ത്. മഴയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീനൊക്കെ കിട്ടിയില്ലെങ്കിൽ ഉണക്കമീനാണ് ശരണം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/2 ഗ്ലാസ് ഇല്ല കേട്ടോ, 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ആവി ചെറുതായിട്ടിരുന്ന് വേകട്ടെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം മഴയായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവിടുത്തെ മീൻപിടുത്തം തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കടൽ മീൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കായൽ മീനും തോട്ടുമീനും ഒക്കെ കിട്ടും. വരാൽ, കാരി, പിന്നെ ചക്കൂരി. ഇന്നലെ രോഗം കൊണ്ടുവന്നു. അപ്പം ഇന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് ചതച്ച മുളക് പൊടിയും കൂടി ഇടാം. അത് ചതച്ച മുളകിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. അത് മുരിഞ്ഞ് വരുമ്പോൾ ആ മുളകിൻ്റെ അരി ഇങ്ങനെ കടിക്കുമ്പോൾ. അപ്പോൾ പൊതിക്ക് ഞാനിന്ന് മീൻകറി വെച്ചിട്ടുണ്ട്, ചമ്മന്തി അരച്ചു, മെഴുക്ക് വരട്ടി. പിന്നെ അമ്മ സാമ്പാർ വെച്ചത് കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. ചമ്മന്തി അരച്ച് കഴിഞ്ഞപ്പോഴാണ് സാമ്പാർ കൊണ്ടുവന്നത്. അന്നേരം പിന്നെ അതും ധാരാളം, അത് മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മെഴുക്ക് വരട്ടി ഇവിടെ റെഡിയായി കണ്ടോ. സൂപ്പർ മെഴുക്ക് വരട്ടിയാണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ.